ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗോബി ഫ്രൈ ആണ് കേട്ടോ. നല്ല മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഗോബി ഫ്രൈ ആണ്. കൂടെ തന്നെ നല്ലൊരു ചട്നി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഗോബി മസാല ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 450 ഗ്രാം അളവിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ട് നല്ലതുപോലെ ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിന് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ സൈസായിട്ടാണ് നമുക്ക് താല്പര്യമെങ്കിൽ ആ ഒരു ചെറിയ സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അത്യാവശ്യം നല്ല തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച വെള്ളം കേട്ടോ, നല്ല ചൂടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു ചട്നിയും കൂടെ തന്നെ മസാലയും ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കൈപ്പിടി നിറയെയുള്ള മല്ലിയില ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ പീസ് അളവിൽ ഒരു 2 പീസ് അളവിൽ ഇഞ്ചി, കൂടെ തന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒന്നിൽ കൂടുതൽ ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, കാരണം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടെ തന്നെ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉപ്പാണ്. വളരെ കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ചേർക്കാം, പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ചെറിയൊരു പാനിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ഞാനിപ്പോൾ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. ഈ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചെറിയ ജീരകം കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ സ്പൈസസ് എല്ലാം ആകെ കൂടി ഈ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ, ഇത്രയും മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവുകൾ മാത്രം ഒന്ന് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ എല്ലാം വന്ന് തുടങ്ങും. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ ഈ പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആ വറ്റൽമുളക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ, ഫസ്റ്റിലേ ചേർക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് സ്പൈസസ് എല്ലാം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതും കൂടിയാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ മസാല എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വെള്ളത്തിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടിയാണ്, അപ്പോൾ അതും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല കൂട്ടി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില നമ്മുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട്, അതായത് മല്ലിയില കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം, മല്ലിയില കുറച്ച് ഇഷ്ടമുള്ളെങ്കിൽ ആ ഒരു അളവിൽ മാത്രം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത മാവിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർക്കാവുന്നതാണ്.
കോളിഫ്ലവറും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട, നന്നായിട്ട് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് അതിലേക്ക് മാവെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്ക് ഒരു അല്പമായിട്ട് മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർന്ന് പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ എല്ലാം നമ്മുടെ ഈ കോളിഫ്ലവറിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിരിക്കാനായിട്ട്. അതായത് ഒരുപാട് വെള്ളമായി പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണതായി ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അതുപോലെ തന്നെ തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമ്മളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട, എങ്കിൽ പിന്നെ അതിൽ മസാലകളൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് നന്നായിട്ടിരുന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഒരു സൈഡൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് വേവിക്കാൻ വേണ്ടി നിൽക്കരുത്, നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇത് ഈ ഒരു രീതിക്കാണ് ഇങ്ങോട്ട് ഉണ്ടാവുന്നത്. നമ്മുടെ മസാലയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക്, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നല്ലതുപോലെ ആ മുരിഞ്ഞിട്ടുണ്ടാവും, ആ പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി ഫ്രൈ ആയിരിക്കും എന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. പച്ചമുളക് രണ്ടായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാതെ എണ്ണയിലേക്ക് ഇടരുത് കേട്ടോ, എങ്കിൽ പിന്നെ അതങ്ങ് പൊട്ടിത്തെറിക്കും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ കോളിഫ്ലവർ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മിസ്സാക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.